গাড়ির নাম্বারও দেখুন। രാജ്യം ഞെട്ടുകയാണ്. വോട്ടിംഗ് മെഷീനിലുള്ള എല്ലാ വിശ്വാസവും രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അസമിൽ സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസം തന്നെയാണ്. അതായത് BJP സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പിടികൂടുന്നു. അതായത് അവിടെയുള്ള നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് അവർ പുറത്തു കൊണ്ടുവന്നത്. അതും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയാണ് BJP സ്ഥാനാർത്ഥിയുടെ വാഹനത്തിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ കയറ്റിയത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലാതെ വേറെ എന്താണ്? അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 ഉദ്യോഗസ്ഥന്മാരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അസമിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. ഇപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അഖിൽ ഗഗോയിയെ പോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങളുടെ നായകന്മാർ ഇപ്പോഴും തടവറക്കകത്താണുള്ളത്. തടവറക്കകത്ത് നിന്ന് അഖിൽ ഗഗോയി എഴുതിയ കത്ത് നമ്മൾ കണ്ടതാണ്, ഞെട്ടിയതാണ്. BJP പല രീതിയിലും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ആ കത്തിലൂടെ. അപ്പോൾ എന്ത് വില കൊടുത്തും അസമിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമിക്കും. ആ അട്ടിമറിയുടെ ആദ്യത്തെ സൂചനയാണ് BJP സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്ന് ഇലക്ട്രോണിക് മെഷീനുകൾ കണ്ടെത്തിയത് എന്ന്, അതായത് വോട്ടിംഗ് മെഷീനുകൾ കണ്ടെത്തിയത് എന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അസമിലെ എന്നല്ല എല്ലായിടങ്ങളിലെയും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നുള്ളത്. വാഹനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായി BJP സ്ഥാനാർത്ഥി കടന്നു പോകുന്നത് അവിടെയുള്ള, അതായത് ഗുവാഹത്തിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പകർത്തിയെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ വേറെ രക്ഷയില്ലാതെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുകയായിരുന്നു. പിന്നീട് ആ ബൂത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. അങ്ങനെ BJP ജയിക്കാൻ വേണ്ടിയിട്ട് നറികെട്ട നാറിയ കളികൾ അവർ കളിക്കുകയാണ്. അസമിൽ BJP പ്രതിസന്ധിയിലാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാരണം കോൺഗ്രസ് അവിടെ ശക്തമായ പ്രചരണമാണ് അടിച്ചുവിട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ശക്തമായ പ്രതികരണവുമായി നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ ക്രമക്കേടുകൾ വലിയ തോതിൽ അന്വേഷിക്കണമെന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അസമിലെ കരിംഗഞ്ചിലെ 2ാം ഘട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തു വരുന്നത്. ഇതിനു മുൻപും ചിലപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ പിടികൂടിയത് ഈ ഒരു സംഭവം മാത്രമാണ്. ഇവിടെയാണ് മതേതര വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടി ഉണ്ടാകാം. എന്നാൽ പോലും എല്ലാവർക്കും എല്ലാത്തിലും വിശ്വാസം കുറഞ്ഞു വരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.